പാർലമെന്റ് പുകയാക്രമണ കേസിൽ പ്രതികളുടെ മൊഴികൾ തള്ളി പോലീസ്. യാദൃച്ഛികമായ കൂടിച്ചേരലാണ് കൂട്ടായ്മയുടെ ഭാഗമായി ഉണ്ടായത് എന്ന വാദം അംഗീകരിക്കാൻ ആകില്ല എന്ന നിലപാടിലാണ് പോലീസ്. പിന്നിൽ ദേശവിരുദ്ധ ശക്തികളുടെ ഇടപെടൽ ഉണ്ട് എന്നാണ് നിഗമനം. പ്രതികളുടെയും ബന്ധുക്കളുടെയും ചില സംഘടനകളുടെയും സാമ്പത്തിക ബന്ധങ്ങളിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ആർ രാധാകൃഷ്ണൻ നൽകും ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. ആർക്ക് യാദൃച്ഛികമായി കൂടിച്ചേർന്നതല്ല ഈ സംഘം എന്ന് പോലീസ് എന്തുകൊണ്ട് സംശയിക്കുന്നു? ഈ മൊഴികളിൽ എന്ത് വൈരുദ്ധ്യമാണ് പോലീസ് സംശയിക്കുന്നത്? മൊഴികളിൽ ഈ പ്രതികൾ നാടകീയത നിലനിർത്തുന്നു എന്നുള്ളതാണ് പോലീസ് പ്രധാനമായിട്ടും പറയുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുതകൾ വെളിപ്പെടുത്തുക എന്ന താല്പര്യത്തോടു കൂടിയല്ല ഈ പ്രതികൾ മൊഴികൾ നൽകുന്നത്. മറിച്ച് പോലീസിനെ വിശ്വസിപ്പിക്കുക അഥവാ അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കുക എന്നതാണ് ഈ മൊഴികളുടെ ലക്ഷ്യം എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. കാരണം ശാസ്ത്രീയ പരിശോധനയുമായി ബന്ധപ്പെട്ട ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ അത് ഈ നൽകുന്ന മൊഴികളുമായി യോജിക്കുന്നതല്ല എന്ന് പോലീസ് പറയുന്നു. ഇതിൽ വലിയ സംശയത്തിന് കാരണമാകുന്നത് പ്രതികൾ ഇക്കാര്യങ്ങളെല്ലാം പറയുമ്പോഴും തങ്ങൾ ചെയ്ത ഇത് എന്ന് അവകാശപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് തുടർന്നും തങ്ങളുടെ പങ്ക് അംഗീകരിക്കുമ്പോഴും മൊബൈൽ ഫോണുകൾ അടക്കം നശിപ്പിച്ചത് എന്തിനാണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തത നൽകാനായിട്ട് പ്രതികൾക്ക് സാധിക്കുന്നില്ല. ഇതാണ് ഈ അന്വേഷണ സംഘം ഇതിന് കാരണമായി പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ട് അഥവാ മൊബൈൽ ഫോൺ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടന്നാൽ പ്രതികൾ പറയുന്ന കാര്യങ്ങളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് സ്ഥാപിക്കപ്പെടും. ഇത് ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഈ വിധത്തിൽ ലളിത് ഷായുടെ നേതൃത്വത്തിൽ മൊബൈൽ ഫോൺ പൂർണ്ണമായിട്ടും അത് ഇല്ലാതാക്കുന്ന സമീപനം ഉണ്ടായത്. ഇതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ വിവരശേഖരണം നടത്തി വരികയാണ് ഡൽഹി പോലീസ്. പ്രതികളുടെ ഭാഗത്തു നിന്നുള്ള മൊഴി രേഖപ്പെടുത്തുന്ന നടപടികൾ ഏതാണ്ട് പൂർത്തിയായി എന്ന് പറയാം. കസ്റ്റഡിയിൽ ലഭിച്ചിരിക്കുന്ന പ്രതികളെ ഒരുമിച്ച് ചെയ്യുന്ന നടപടികളിലേക്കും പോലീസ് കടന്നിട്ടുണ്ട്. ഒപ്പം ഈ തെളിവ് ശേഖരിക്കുന്നതിന്റെ ഭാഗമായി വിവിധ ഇടങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുക്കാനായിട്ടുള്ള നടപടികളും ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. വളരെ രഹസ്യമായിട്ട് അഥവാ ഏറെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഈ തെളിവെടുപ്പ് നടപടികൾ ഇനി ഉണ്ടാകാനായിട്ട് പോകുന്നത്. പാർലമെന്റ് നടപടികൾ നാളെയാണ് പുനരാരംഭിക്കുന്നത്, 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം. ആ ഘട്ടത്തിൽ സ്പീക്കർ ഇന്നലെ ഒരു കത്ത് അംഗങ്ങൾക്ക് എല്ലാവർക്കും നൽകിയിരുന്നു. ഈ പാർലമെന്റിലെ അച്ചടക്ക നടപടി അടക്കം ഉള്ളവ വിവരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കത്ത്. അദ്ദേഹം പറഞ്ഞത് ഈ അച്ചടക്ക നടപടി എടുത്തത് പാർലമെന്റിന്റെ ഒരു അന്തസ്സ് അത് ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നതായിരുന്നു. മാത്രമല്ല അന്വേഷണ സമിതി രൂപീകരിച്ചു. ഇതടക്കമുള്ള കാര്യങ്ങൾ മുൻനിർത്തി സമാധാനപരമായിട്ടുള്ള തുടർന്നുള്ള സഭാ ദിനങ്ങൾ ഉറപ്പുവരുത്തണം എന്ന നിർദ്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഇതിനെയാണ് ഇപ്പോൾ പ്രതിപക്ഷം തള്ളുന്നത്. നാളെ പ്രതിപക്ഷ പാർട്ടി കക്ഷി നേതാക്കളുടെ യോഗം രാവിലെ 10 മണിക്ക് പാർലമെന്റിന്റെ ലൈബ്രറി ഹാളിൽ ചേരും. അവിടെ ഈ കൂടുതൽ എങ്ങനെയാണ് ശക്തമായിട്ടുള്ള പ്രതിഷേധം പാർലമെന്റിൽ സംഘടിപ്പിക്കുക എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. 11 മണിക്ക് പാർലമെന്റ് ചേരുമ്പോൾ കഴിഞ്ഞ ദിവസത്തേതിന് സമാനമായിട്ട് കക്ഷി നേതാക്കൾ അടക്കമുള്ളവർ നടുത്തളത്തിലേക്ക് ഇറങ്ങുകയും ചെയറിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുകയാണ് ഇപ്പോഴത്തെ തന്ത്രം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആർക്കെ അതോടൊപ്പം തന്നെ ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ മുഖ്യ ആസൂത്രകൻ എന്ന് സംശയിക്കുന്നത് എന്ന് പോലീസ് പറയുന്നത് ഈ ലളിത് ഷായാണ്. ലളിതിന്റെ മറ്റ് ബന്ധങ്ങളെക്കുറിച്ചൊക്കെയുള്ള അന്വേഷണം അത് ഏത് രീതിയിൽ നടക്കുന്നു? ഒപ്പം തന്നെ ഇവരുടെ മറ്റ് പ്രതികളുടെയൊക്കെ പശ്ചാത്തലം അത് സംബന്ധിച്ച് പുതിയ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ? ലളിത് ഷാ അടക്കമുള്ളവരുടെ സാമൂഹിക കുടുംബ പശ്ചാത്തലത്തെ സംബന്ധിച്ച് പോലീസ് അന്വേഷണം ഇതിനകം നടത്തി കഴിഞ്ഞു. പോലീസ് പറയുന്നത് ലളിത് ഷായും മറ്റ് സംഘാംഗങ്ങളും അവരുടെ സാമൂഹിക കുടുംബ പശ്ചാത്തലം സ്വാഭാവികമായിട്ടും മറ്റേതെങ്കിലും ഒരു ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തവരാണ് എന്നതാണ് ബോധ്യപ്പെട്ടിരിക്കുന്നത്. ഇതും മറ്റ് ചില സംഘങ്ങൾ ഇതിന് പിന്നിലുണ്ട് അഥവാ മറ്റേതെങ്കിലും ശക്തികൾ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലുണ്ട് എന്ന സംശയം പോലീസിന് ബലപ്പെടുത്തുന്നു. കാരണം മുൻപ് ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത കുറെ ആളുകൾ ഒരുമിച്ച് ചേരുക, അവർ ഈ വിധത്തിലുള്ള ഒരു തന്ത്രത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുക, ഇത് ഒരിക്കലും സംഭവ്യമല്ല എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വിദഗ്ധമായിട്ടുള്ള ഒരു ആസൂത്രണം പിന്നിൽ നിൽക്കുന്ന ഒരു ശക്തിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് പോലീസ് കരുതുന്നു. അത് ദേശവിരുദ്ധ ശക്തിയാണ് എന്ന മുൻ നിലപാടിലേക്ക് തന്നെയാണ് പോലീസ് ഇതിന്റെ അടിസ്ഥാനത്തിൽ എത്തുന്നത്. ലളിത് ഷായെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ, പ്രാഥമികമായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നത്.
വന്നിട്ടുള്ളത്. ലളിത നൽകിയിട്ടിരിക്കുന്ന മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മറ്റു പ്രതികളുമായി നൽകിയിട്ടുള്ള മറ്റു പ്രതികൾ നൽകിയിട്ടുള്ള മൊഴികളുടെയും ശാസ്ത്രീയ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ തുലനം ചെയ്തതിനു ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമ്പോഴും ലളിതയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ സംഭരിക്കാൻ സാധിക്കുമെന്നാണ് ഇതിന്റെ ഭാഗമായിട്ട് പോലീസ് കരുതുന്നത്. ഫോൺ നശിപ്പിച്ചത് എന്തിനാണ്, ഫോണിലേക്ക് വന്ന കോളുകൾ സംബന്ധിച്ചും ഫോണിൽ സൂക്ഷിച്ചിരുന്ന രേഖകൾ സംബന്ധിച്ചും ഉള്ള വിവരങ്ങൾ, അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടി ലളിതയിൽ നിന്ന് അറിയേണ്ടതുണ്ട്. ഇനി അഥവാ ഈ നശിപ്പിക്കപ്പെട്ട ഫോണിൽ നിന്നുള്ള രേഖകൾ വീണ്ടെടുക്കാൻ ഏതെങ്കിലും മാർഗത്തിൽ സാധിക്കുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. സേവനദാതാക്കളെ അടക്കമുള്ളവരെ ബന്ധപ്പെട്ടിട്ടുണ്ട് പോലീസ്. ഇവരുടെ ഫോൺ കോളുകൾ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഇതിനകം പോലീസിന്റെ പക്കൽ ഉണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. ഈ ഫോൺ കോൾ ഏത് വിധത്തിലാണ്, അഥവാ തെറ്റിദ്ധരിപ്പിക്കുന്ന നടപടികളുടെ ഭാഗമായിട്ട് ഉള്ള കോളുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് പോലീസിലുള്ളത്. ഏതായാലും വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം പോലീസിന് മുന്നിൽ ഇപ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ട് തെളിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.